ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുറത്തുനിന്ന് അധികം വില കൊടുത്ത് വാങ്ങിക്കുന്ന കംഫർട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ 3 ലിറ്റർ കംഫർട്ട് തയ്യാറാക്കുന്ന ഒരു കിറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സോപ്പിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് നമുക്കിതുപോലെ കംഫർട്ടിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കംഫർട്ട് മാത്രമല്ല, എല്ലാ സോപ്പിൻ്റെ ഐറ്റങ്ങളും എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രം എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ലിറ്റർ കംഫർട്ട് തയ്യാറാക്കാനുള്ള കിറ്റാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കംഫർട്ടൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് കംഫർട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനതിവിടെ 3 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കവറൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് അതിലുള്ള എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനതിവിടെ ആ പൊടിയെല്ലാം ആ കവറിലുള്ള പൊടിയെല്ലാം ഞാൻ ഇതിലെ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനതിവിടെ വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളിത് കലക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് കിട്ടണം കേട്ടോ. തിളച്ച് അതെല്ലാം അലിഞ്ഞ് വരണം. ഇതിവിടെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ തിളച്ച ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മളിത് ആ പൊടിയിട്ട വെള്ളം നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പം നമ്മളിത് വൈകുന്നേരം ചെയ്താൽ നമുക്ക് പിറ്റേന്ന് രാവിലെ അതിലേക്ക് നമുക്ക് ബാക്കി എസൻസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിവിടെ ഇത് പിറ്റേന്നാണ് എടുത്തത്. അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ആ ഒരു ബോട്ടിലൊരു പെർഫ്യൂം പോലെ നമുക്ക് കിട്ടും. അതിൻ്റെ മണത്തിനുള്ള ആ ഒരു പെർഫ്യൂം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോൾ നല്ല കഞ്ഞിവെള്ളം, നല്ല കട്ടി കഞ്ഞിവെള്ളം, കുറുകിയ കഞ്ഞിവെള്ളം ഇരിക്കുന്ന അതേ മരുതയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആ കുപ്പിയിലുള്ള ആ പെർഫ്യൂം നല്ല മണമായിരിക്കും, കംഫർട്ടിൻ്റെ നല്ല മണമായിരിക്കും കേട്ടോ. അത് നമുക്കിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അത് ചേർക്കുമ്പോൾ തന്നെ ഈ വീട് മുഴുവനും നല്ല മണമാണ് കേട്ടോ. ആ കംഫർട്ടിൻ്റെ നല്ല മണമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ പൊടി കളർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കളർ വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇത് റോസ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനതിവിടെ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ വീട്ടിൽ കംഫർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഈ വീട് മൊത്തം നല്ല മണക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് നമ്മൾ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വിധം എടുത്ത് നമുക്ക് തുണിയിലൊക്കെ ഒന്ന് മുക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നിറയെ കാശ് കൊടുത്തല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സോപ്പിൻ്റെയും അതുപോലെ തന്നെ ലിക്വിഡൊക്കെ തയ്യാറാക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിറ്റ്, നമുക്ക് എത്ര അളവാണ് ചെയ്യുന്നത് അതിൻ്റെ അളവിന് നമുക്ക് കിറ്റ് തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 ലിറ്ററിൻ്റെ അളവിനാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ വാങ്ങിച്ചപ്പോൾ 125 രൂപയേ ആയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കുപ്പിയിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ ബോട്ടിൽ 2.5 ലിറ്ററിൻ്റെ ബോട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് വേറെ കുപ്പിയിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.